പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി സഭയ്ക്കകത്ത് കയറുന്ന ശത്രു, അതാണ് ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കേണ്ടത്. 2 കൊരിന്ത്യർ 11:13 മുതൽ 15 വരെ വായിച്ചാൽ. 2 കൊരിന്ത്യർ 11:13 മുതൽ 15 വരെ. ആരെങ്കിലും വായിച്ചാൽ. ഇങ്ങനെയുള്ളവർ കള്ളപ്പുസ്തകന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചത്തിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവരുടെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത്. 15 വരെ വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. നിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആത്മാവിനാൽ മാത്രമേ ഞങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. കൃപാകരണമേ, ഞങ്ങളെ മനസ്സിലാക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ ദൈവസഭയിൽ കടക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇനി 2 പത്രോസ് 2:1 മുതൽ 3 വരെ വായിച്ചാൽ. 2 പത്രോസ് 2:1 മുതൽ 3 വരെ. കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ തുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാടിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. ഇവിടെ നിങ്ങളെ എന്ത് ചെയ്യും? വാണിഭമാക്കും. ഞാൻ ഇപ്പോൾ പറയും, നമ്മുടെ പോയിന്റ് നിങ്ങൾ മറക്കരുത്. നമ്മുടെ ഉദ്ദേശം ഏതൊരു സംഘടനയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുകയല്ല. എങ്ങനെ പരിശുദ്ധമായ ദൈവസഭയിൽ സാത്താന് കടക്കാൻ കഴിയുന്നു? നമ്മുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലായോ? കാരണം നമ്മളെപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ ജനറലൈസ് ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. എങ്ങനെ സഭയ്ക്കകത്ത്, പരിശുദ്ധമാകുന്ന ദൈവസഭയ്ക്ക് അകത്ത് സാത്താൻ കടക്കുവാൻ കഴിയുന്നു? സാത്താൻ താനും വെളിച്ചദൂതനെ പോലെ അവൻ്റെ ശുശ്രൂഷകന്മാരെ എങ്ങനെ കയറ്റി വിടുന്നു? ഇവിടെ വായിച്ചത് വാണിഭമാക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ ദാസന്മാർ വേല ചെയ്യുമ്പോൾ വേലയുടെ പുരോഗതിക്ക് വേണ്ടി അവർ പൈനിയർ വർക്ക് ചെയ്യുന്നവരോട് പറയും, നിങ്ങൾ റിപ്പോർട്ട് തരണം. ഞാൻ പറയുന്നത് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കർത്താവിൻ്റെ ദാസൻ വേല ചെയ്യുമ്പോൾ ശരിയായി വേല ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും പറയുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് എഴുതുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അല്പം വ്യാജങ്ങളും എഴുതിയെന്ന് വന്നേക്കാം. അല്പമെങ്കിലും വ്യാജം വന്നു കഴിയുമ്പോൾ അതിൽ കൂടെ ആരാണ് കയറുന്നത്? സാത്താനകത്ത് കയറും. അല്പമെങ്കിലും വ്യാജം. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നെങ്കിലേ, കാരണം മറ്റുള്ളവർക്ക് ഈ ഫണ്ട് റേസിങ്ങിന് വേണ്ടി, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒക്ലഹോമ TV സ്റ്റേഷനിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒക്ലഹോമ TV സ്റ്റേഷൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഈ TV സ്റ്റേഷനിലെ സ്ക്രീനുണ്ട്. ഞാൻ ഈ പ്രസംഗം എനിക്ക് കാണാം. അവിടെ ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്, ടെലിഫോൺ നമ്പേഴ്സ് ഈ കോണ്ടാക്ട് ചെയ്യാൻ. അവിടെ 8-10 പേരിരുന്ന് ഇങ്ങനെ ടെലിഫോൺ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലർ പറയുന്നു ആ ഇന്ത്യനെ പ്രസംഗിപ്പിക്കരുതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു ഇന്ത്യൻ എത്ര വർഷം വേണമെങ്കിലും പ്രസംഗിക്കും, ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നു. അപ്പം ഞാനതിന് ടെലിവിഷനിൽ പറഞ്ഞത്, കാരണം ഞാൻ അവിടെ കണ്ടത് എന്താ പറയുന്നത്, ഇന്ത്യയിലെ ചിലരെ പാമ്പിനെ എടുത്തുകൊണ്ട് നടക്കുന്നു, ചിലർ കണ്ണുപൊട്ടരായിരിക്കുന്നു, പിന്നെ അതുപോലെ ഈ ചില ക്ഷേത്രങ്ങളെ മുഴുവൻ നഗ്നരായിരിക്കുന്നു. ഇതെല്ലാം കാണിച്ചിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അതുപോലെ ചിലരുടെ കന്നുകാലി തൊഴുത്തുകൾ, അതിൻ്റെ ഫോട്ടോ കാണിച്ച് ഇതാണ് ആരാധന സ്ഥലം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യ ഇത്ര പാവപ്പെട്ട ഒരു ദേശമല്ല. ഇന്ത്യയെ വളരെ പട്ടിണി പാവങ്ങളായിട്ടാണ് അവിടെ കാണിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇന്ത്യയിൽ വിശുദ്ധന്മാരുണ്ട്, ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്, ഇന്ത്യയിൽ നിങ്ങളെ അമേരിക്കയെക്കാൾ വിശുദ്ധരും വേർപെട്ടവരുമായ അനേകരുണ്ട്
എന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ചിലർ പറഞ്ഞു ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കൂടുതൽ സമയം കൊടുക്കണം, ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ചിലർ പറയുന്നു അവനെ പ്രസംഗിപ്പിക്കരുത്, കാരണം പ്രസംഗിപ്പിക്കാതിരുന്നാൽ അവർക്ക് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം അവിടെ നടക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില ഫണ്ട് റേസിംഗുകാർ, രക്ഷിക്കപ്പെടാത്ത ഫണ്ട് റേസിംഗുകാർ വന്നപ്പോൾ അവരിത് വ്യാപാരമായി കണക്കാക്കി. അപ്പോൾ ആ വ്യാപാരത്തിന് വേണ്ടി റിപ്പോർട്ട് എടുക്കാൻ തുടങ്ങി. 10 പേര് രക്ഷിക്കപ്പെടുന്ന ഇവിടെ 10ൻ്റെ കൂടെ 1 0 കൂടെ ചേർത്താൽ 100 ആവും. അപ്പൊ എന്തായി? ആളായി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നവാപൂരിൽ ഒരു കൺവെൻഷൻ ഞാൻ പോയപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഓർക്ക് കാണും. നവാപൂർ കൺവെൻഷൻ പോയപ്പോൾ അവർ പറയുകയാണ് 500 രൂപ തരികയാണെങ്കിൽ ഞങ്ങൾ 700 പേരോട് സ്നാനപ്പെടുത്താനായിട്ട് കൊടുക്കാം. ഇവരെത്ര പറയുന്നത്? ഞങ്ങൾ 125 150 തരത്തുള്ളൂ ഒരാൾക്ക്. അപ്പോൾ ഒരു വർഷം തന്നെ അവർ 10 15 20 പ്രാവശ്യം സ്നാനപ്പെടുന്നവരാ. അവരുടെ എല്ലാം സ്നാനപ്പെട്ടതായി റിപ്പോർട്ടാ പോകുന്നത് ഒരു വർഷം തന്നെ. അപ്പൊ അതിലെല്ലാം എത്ര സാത്താൻ കയറി കാണും. ഞാനതുപോലെ ഗുജറാത്ത് വെറാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൺവെൻഷന് വേണ്ടി വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ പ്രസംഗിച്ചു. നല്ല ആൾക്കൂട്ടമാണ്. ഞാനിങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞ് കർത്താവിന് വേണ്ടി കൈ പൊക്കുവാനെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം ആരും പൊക്കുന്നില്ല. പിന്നെ കുശുകുശു എന്ന് പറയുമ്പോൾ 10 500 പേരും കൈ പൊക്കും. ആദ്യം ആരും കൈ പൊക്കുകയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ശുശു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓരോ തലവന്മാരിടയ്ക്കുണ്ട്. എനിക്കിത് കാര്യം അറിയത്തില്ല. അപ്പോൾ എനിക്ക് നോക്കി 10 500 പെട്ടെന്ന് കൈ പൊക്കുക. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ പ്രസംഗിക്കുന്നു ഇവർക്ക് മനസ്സിലാകുന്നില്ല. 2 ദിവസമായി. 3ാമത്തെ ദിവസം ഇവരെല്ലാം കൂടി ഇരിക്കുന്നത് ഞാനൊരു ഷോളും എടുത്തു മൂടി ഇവരുടെ അകത്ത് ഇടയ്ക്ക് പോയിരുന്നു. യോഗം കഴിഞ്ഞ് ഇവരെല്ലാം ആരം കഴിച്ച് കഴിഞ്ഞപ്പം ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എപ്പോഴാ പണം കിട്ടുന്നത്? അവൻ ചോദിച്ചു എന്താ? ഉടനെ പറയും കുടിച്ചിട്ട് 2-3 ദിവസമായി. പണം കിട്ടിയാലേ അവൻ മീനും ഇറച്ചിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണം കിട്ടിയാലേ എന്ത് ചെയ്യാനൊക്കെ അവർക്ക് കുടിക്കാനൊക്കെ. ഞാൻ ഒടുവിൽ ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്നു. പാസ്റ്റർ, ഇതാ ഇവിടെ നടക്കുന്നത്. ഞാനിനി നാളെ മുതൽ ഇവിടെ പ്രസംഗിക്കത്തില്ല, ഞാൻ പോരേണ്ടതായിട്ട് വന്നു. അപ്പോഴെന്താണ്? വിലയ്ക്ക് വാങ്ങിയ ക്രൗഡാ. അവരെ ശമ്പളം പണം കൊടുത്ത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന എന്താണ് കണ്ടോ, വടക്കേ ഇന്ത്യയിൽ ഇത്ര വലിയ വേല നടക്കുന്നു, ഇത്ര പേര് കൈപൊക്കുന്നു. ഇതിനകത്ത് പിശാച് പ്രവേശിക്കുമോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞാട്ട്. ഞാനന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞാൻ എൻ്റെ പെട്ടിയെടുത്ത് ഞാൻ പോകും. ഞാൻ പറയും നിങ്ങൾ നടത്തിക്കോ, ഞാൻ ഈ കൂട്ടിനില്ലെന്ന് പറയും. നിങ്ങൾ പിണങ്ങിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഗുജറാത്ത് പെരാബിളിലെ കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? അകത്ത് കാര്യം. ഞാൻ മറ്റുള്ളവരുടേത് കേട്ട് പറയില്ല, എൻ്റെ അനുഭവത്തിൽ വന്നത് മാത്രം ഞാൻ പറയുന്നു. കാരണം മറ്റുള്ളത് പറയുന്നത് സത്യമോ അസത്യമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടും ഇരുന്ന് പറയുമ്പോൾ പറയുന്ന ഓരോ വാക്കും സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ സെൻസർ ആയിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതിശയോക്തിയായിട്ട് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് അനുവാദമില്ല, അവകാശമില്ല. ഞാൻ അതിശയോക്തി പറഞ്ഞാൽ ഇവിടെ ആര് കയറി വരും? സാത്താൻ കയറി വരും. അതിശയോക്തി പോലും ഒരു വാക്ക് പോലും പറയുവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ ബിസിനസ് രീതി വന്നപ്പോൾ അതിൽ കൂടെ ആര് അകത്ത് കയറാൻ തുടങ്ങി? സാത്താൻ കയറാൻ തുടങ്ങി. ഇനി 2 തെസ്സലോനി 2:7 മുതൽ 11 വരെ വായിച്ചാട്ട്. 2 തെസ്സലോനി 2:7 മുതൽ 11 വരെ. അധർമ്മത്തിന്റെ പർവ്വ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ ദരിദ്രൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തുവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ ഇവിടെ ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ്
ശ്രദ്ധിക്കണം. അതിന് 10-ാം വാക്യം ഒന്നുകൂടെ നല്ലവണ്ണം വായിച്ചാൽ. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയക്കുവാൻ അനുവാദം നൽകുന്നു, അനുവദിക്കുന്നു. ദൈവം അനുവദിക്കാതെ വരികയില്ല. അപ്പോൾ ദൈവസഭയിൽ എങ്ങനെയാണ് ദുഷ്ടാത്മാവ് പശുത്താത്മാവിന്റെ വേഷത്തിൽ വരുന്നത്? ഒന്ന്, വ്യാജം, കച്ചവടത്തിന്റെ, ബിസിനസിന്റെ രീതിയിൽ. അതിനാണ് അപ്പോസ്തലനായ പത്രോസ് അനന്യാസ് കൊണ്ടുവന്നപ്പോൾ ഇതിന് തന്നെയോ നീ വാങ്ങിച്ചത്, വിൽറ്റത്. അല്പവ്യാജഭാവം വന്നപ്പോഴേ എന്താണ് സാത്താനേന്ന് എന്ത് ചെയ്തു? സാത്താൻ നിന്നെ എങ്ങനെ ആക്കി? അങ്ങനെയാണ് പത്രോസ് സഭയെ ആ സമയത്ത് രക്ഷിച്ചത്. അവിടെയും സാത്താൻ അകത്ത് കയറാൻ തുടങ്ങി. ഇപ്പോൾ സ്വന്തം വസ്തു വിറ്റതിന് അല്പം വ്യാജം ഭാവം കൊണ്ട് സാത്താൻ വരാൻ തുടങ്ങി. ഇങ്ങനെ വ്യാജം, ഒരുപാട് വ്യാജം നടക്കുമ്പോൾ സാത്താൻ വരികയില്ലയോ? ധാരാളമായി അകത്ത് കിടക്കും. അതുകൂടാതെ സത്യസുവിശേഷം, ഈ സത്യസുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് 1 രാജാവ് 22-ന്റെ 20 മുതൽ 23 വരെ. 1 King 22:20-23. ഒന്ന് രാജാവ് 22-ന്റെ 20 മുതൽ 23 വരെ. അവനെ ആര് വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചു. ഒരാത്മാവ് മുൻപോട്ട് വന്നു. ഞാൻ പുറപ്പെട്ട അവരുടെ സകല പ്രവാചകന്മാരുടെയും വായിൽ എങ്ങനെയാവും? പോഷ്കിന്റെ പ്രവാചകൻ, പോഷ്കിന്റെ ആത്മാവായി പ്രവർത്തിക്കും. കണ്ടോ? അപ്പൊ പോഷ്കിന്റെ ആത്മാവ് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ വായിൽ എങ്ങനെയാവും? പോഷ്കിന്റെ ആത്മാവായി. അതിന്റെ 5-6 ഒന്ന് വായിച്ചാട്ട്. 1 രാജാവ് 22-ന്റെ 5-6. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട് 400 യഹോവയുടെ പ്രവാചകന്മാരാണ്. ഇനി അതിന്റെ 10 മുതൽ 14 വരെ സമയം ലാഭിക്കാൻ വേണ്ടി 10 പ്രവാചകന്മാർ 400 പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് 400 പ്രവാചകന്മാരെ യഹോവയുടെ പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കും. ഇവിടെ അതിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് കൂടുതൽ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അറിയാവുന്ന നമുക്കത് ഓർപ്പിച്ചാൽ മതി. യഹോവയുടെ പ്രവാചകൻ 400
അഹാബ് രാജാവിനെ യുദ്ധത്തിൽ കൊണ്ടുപോയി കൊല്ലിച്ചു. മീഖാവിനെ അവരെന്ത് ചെയ്തു? ഒരു പ്രവാചകൻ ചെവിക്കുറ്റിക്ക് അടിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ആ വാക്യമല്ല. ചെവിക്കുറ്റി അടിച്ചു, അവനെ അകത്ത് പൂട്ടിയിട്ടേച്ചു പോയി. അപ്പോൾ യഹോവയുടെ ഹിതപ്രകാരമല്ലാതെ നാം കാര്യം ചെയ്യുകയാണെങ്കിൽ ഭോഷ്ക്ക് വിശ്വസിക്കത്തക്കവണ്ണം നാം അടിമകൾ ആയിത്തീരും. എന്തുകൊണ്ടാണ്? ഇതിൽ പല കാര്യങ്ങൾ. ഒന്ന്, യഹോവയുടെ ആലയത്തിൽ ഭോഷ്ക്ക് വരുവാനിടയാകുന്നു.